ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് അതിരടി എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു കോളേജിൽ നടക്കുന്ന ആരോഹൺ ഫെസ്റ്റ് ആണ്. ആ ഫെസ്റ്റിലെ കോർഡിനേറ്റേഴ്സ് ആയിരുന്നു ജോസഫും മെറിനും. ഇവർ രണ്ടുപേരും പ്രണയത്തിലാണ്. രണ്ടുപേരുടെയും വീട്ടിലറിയാവുന്ന റിലേഷൻഷിപ്പുമാണ്. ഈ ഫെസ്റ്റ് തീരുമ്പോഴേക്കും മെറിൻ ഒരു മാഗസിൻ പ്രകാശനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അതിന്റെ കോപ്പീസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് മെറിനും ജോസഫും കോളേജിലേക്ക് എത്തി. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആകട്ടെ ഫെസ്റ്റ് നടക്കുന്ന ഹാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഉന്തും തള്ളും ഉണ്ടാക്കുകയാണ്. ആ ഭാഗത്തെ ഗ്രില്ല് ക്ലോസ് ചെയ്തിട്ടേക്കാൻ ഇവരുടെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫെസ്റ്റ് കാണാനുള്ള കാശ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ ജോസഫ് കീ സംഘടിപ്പിച്ച് ആ ഭാഗത്തെ ഗ്രില്ല് തുറക്കാൻ പോകുന്നു. മാഗസിൻ പ്രകാശനം ഉടനെ ഉണ്ടായിരുന്നു. ജോസഫിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മെറിനും ജോസഫിന്റെ പുറകെ പോയതാണ്. പക്ഷെ ആ സമയം ഗ്രില്ല് തുറന്നതും കുട്ടികളെല്ലാം നല്ല സ്പീഡില് ഹാളിനകത്തേക്ക് ഓടിക്കയറി. ആ തിക്കിലും തിരക്കിലും പെട്ട് മെറിന്റെ ബാലൻസ് പോവുകയും അവൾ താഴേക്ക് വീഴുകയും ചെയ്തു. ഓടിപ്പോയ കുട്ടികളെല്ലാം അവളുടെ ശരീരത്തിൽ ചവിട്ടിക്കൊണ്ടാണ് പോയത്. ആ തിക്കിലും തിരക്കിലും പെട്ട് മെറിൻ ഉൾപ്പെടെ 3 കുട്ടികളാണ് മരിച്ചത്. മെറിന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയെന്ന് ജോസഫിനെ കാണിച്ചുകൊണ്ടായിരുന്നു ആ ഒരു സീൻ അവിടെ കട്ടാകുന്നത്. പിന്നീട് കാണിക്കുന്നത് 2 വർഷത്തിന് ശേഷമുള്ള ആ കോളേജിലെ സ്റ്റോറിയാണ്. ഈ 3 കുട്ടികൾ മരിച്ച സംഭവത്തോടുകൂടി ആ കോളേജിൽ ഇപ്പോൾ ആരോഹൺ ഫെസ്റ്റ് നടത്താറില്ല. ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ മാത്രമേ വെക്കാറുള്ളൂ. പല കുട്ടികളും വീണ്ടും ഫെസ്റ്റ് തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും മാനേജ്മെന്റ് അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ കോളേജിലെ പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശന സമയത്ത് ഈ ജോസഫിന്റെ അനിയൻ സാംകുട്ടിയും അവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്നു. ആ സമയം തന്നെ ആൽഫാമിയിൽ നിന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന വിവി എന്ന് പറയുന്നൊരു പയ്യനും അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ജോസഫിന്റെ അനിയനാണ് സാംകുട്ടി എന്നറിഞ്ഞപ്പോൾ തന്നെ ടീച്ചേഴ്സ് എല്ലാം ആദ്യമേ വിലയിട്ടു. തുടക്കത്തിൽ ജോസഫിനെ പോലെ തന്നെ ഇവനും അടിച്ചു പൊളിച്ചു നടക്കും. അവസാനം ആവുമ്പോഴേക്കും പഠിച്ചുകൊള്ളുമായിരിക്കും. അഡ്മിഷൻ സമയത്ത് തന്നെ നമ്മുടെ സാംകുട്ടി സ്വാതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോളേജിൽ അവന് നല്ലൊരു സുഹൃത്തിനെ കിട്ടി. പരശു എന്നാണ് അവന്റെ പേര്. ആദ്യത്തെ സെമസ്റ്ററിലെല്ലാം തന്നെ സ്വാതിയെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യണം, അവളെ വളയ്ക്കണമെന്നായിരുന്നു സാംകുട്ടിയുടെ ഉദ്ദേശം. എന്നാൽ എപ്പോഴൊക്കെ അവളോട് തന്റെ ഇഷ്ടം പറയാൻ ശ്രമിച്ചോ അപ്പോഴൊക്കെ അവന്റെ ധൈര്യം ചോർന്നുപോയി. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് തന്റെ ഫ്രണ്ട്സിന്റെ ഹെൽപ്പോടുകൂടി അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നാൽ അത് നല്ല രീതിയിൽ പാളിപ്പോയി. അവന്റെ പ്രപ്പോസൽ കേട്ട് സാദിയും ചിരിക്കുകയായിരുന്നു. ആകെ നാണം കെട്ടത് കാരണം പിന്നീട് അവളുടെ മുഖത്തു പോലും നോക്കാൻ സാംകുട്ടിക്ക് ചമ്മലായി. ഇടയ്ക്കിടയ്ക്ക് ധൈര്യം സംഭരിച്ച് അവളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആ വിവിയാകട്ടെ അവളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇവരുടെ സീനിയേഴ്സ് എല്ലാം തന്നെ മാനേജ്മെന്റിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ പറയുന്നുണ്ട് വീണ്ടും ആരോഹം ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. എന്നാൽ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും ടീച്ചേഴ്സ് അതിന് സമ്മതിച്ചില്ല. ഇനിയും അതുപോലൊരു പ്രശ്നം ഉണ്ടാകുമെന്നായിരുന്നു ടീച്ചേഴ്സിന്റെ മാനേജ്മെന്റിന്റെ എല്ലാം പേടി. സീനിയേഴ്സ് വിചാരിച്ചിട്ട് നടക്കാത്ത ആ ഒരു കാര്യം താൻ നടത്തിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരുടെയും മുന്നിൽ താൻ ഹീറോ ആയിരിക്കുമെന്നും സ്വാതിയും തന്നെ ഇഷ്ടപ്പെടുമെന്ന് നമ്മുടെ നായകനായ സാംകുട്ടി കരുതുന്നു. എന്നാൽ അതൊന്നും അത്ര ഈസി അല്ലെന്ന് പരശു പറയുന്നു. പക്ഷെ തന്റെ ചേട്ടൻ ജോസഫ് ഇത് ഒരു തവണ നടത്തിയിട്ടുണ്ട്. അന്നങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ചേട്ടന്റെ ആ ഒരു കഴിവൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടെന്നും തന്നെ കൊണ്ട് ഫെസ്റ്റ് നടത്താൻ പറ്റുമെന്നാണ് അവൻ കരുതുന്നത്. അങ്ങനെ പല രീതിയിലും ആ ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് സാംകുട്ടി ശ്രമിക്കാൻ ആരംഭിച്ചു. ഇതറിഞ്ഞ സീനിയേഴ്സ് ആകട്ടെ സാംകുട്ടിയെ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. സീനിയേഴ്സ് ആയിട്ട് ഞങ്ങളിവിടെ ഉള്ളപ്പോൾ ജൂനിയർ ആയ നീയൊന്നും ഇതിനകത്ത് ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട്. സെമസ്റ്റർ ബ്രേക്കിന്റെ സമയത്ത് തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന തന്റെ സഹോദരനായ ജോസഫിന്റെ അടുത്തേക്ക് സാംകുട്ടി പോകുന്നു. ജോസഫ് ഇപ്പോഴും മെറിൻ മരിച്ച അതേ ഡിപ്രഷനിൽ തന്നെയായിരുന്നു ജീവിക്കുന്നത്. ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും അവന് നാട്ടിലേക്ക് വരാനോ വീട്ടിൽ വന്ന് നിൽക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. മെറിന്റെ മറ്റു 2 കുട്ടികളുടെയും മരണവും അതിനുശേഷം കോളേജ് മാനേജ്മെന്റ് ഫെസ്റ്റ് നിരോധിച്ചതും എല്ലാം തന്നെ അവനെ മാനസികമായിട്ട് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പഴയ വിഷമങ്ങളൊക്കെ വരുന്ന പറയുമ്പോൾ സാംകുട്ടി അവനെ ആശ്വസിപ്പിക്കുന്നു. തന്റെ ചേട്ടന്റെ ഉള്ളിലെ ഈ മുറിവുകളൊന്നും ഇന്നും ഉണങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സാംകുട്ടിയാകട്ടെ ചേട്ടന് വേണ്ടിയിട്ടെങ്കിലും ആ ഫെസ്റ്റ് വീണ്ടും നടത്തണമെന്നും മരിക്കുന്നതിന് മുമ്പ് മെറിൻ ആഗ്രഹിച്ച പോലെ ആ മാഗസിൻ പ്രകാശനം ചെയ്യണമെന്നും സാംകുട്ടി വിചാരിക്കുന്നു. തന്റെ ഫ്രണ്ട്സിനോട് അവനിത് സീരിയസ് ആയിട്ട് തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ 3rd സെമസ്റ്ററായി 10ഓളം സപ്ലി നമ്മുടെ സാംകുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോഴും അവൻ ഫെസ്റ്റിന്റെ പിറകെ തന്നെയായിരുന്നു. കുട്ടികളോട് എല്ലാവരോടും തന്നെ ഈ ഫെസ്റ്റിനെ പറ്റി സംസാരിക്കുകയും അത് നടത്താൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലും ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. കോളേജിലെ എല്ലാ സാർമാർക്കും ഫെസ്റ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് അവൻ എഴുതി കൊടുത്തു. അവരെല്ലാം അത് ചുരുട്ടി കൂട്ടിക്കളഞ്ഞു. പള്ളിയിലെത്തി ബിഷപ്പിന് പോലും അവൻ റിക്വസ്റ്റ് കൊടുത്തു. അത് കോളേജിലെ സാർമാര് വഴി സാംകുട്ടിയുടെ വീട്ടിൽ പറഞ്ഞു. സാംകുട്ടിയെ കൊണ്ടൊന്നും ഈ ഫെസ്റ്റ് നടത്താൻ പറ്റില്ല എന്നും ആ കോളേജ് ഗ്രൗണ്ടിൽ കിടക്കുന്ന ഒരു പഴയ ബസ്സില്ലേ അതുപോലെയാണ് അവനെന്നും അതിനകത്ത് പോയി ഇരിക്കാനും അതിന്റെ മുകളിൽ കയറാനും ഒക്കെ പറ്റൂ, പക്ഷെ എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് അത് ഓടിക്കാൻ പറ്റില്ല എന്നാണ് അയാൾ പറയുന്നത്. സാംകുട്ടി അതുപോലെയാണ്. ഈ കാണിക്കുന്ന ഷോയൊക്കെ ഉള്ളൂ, അവനെ കൊണ്ടൊന്നും നടക്കില്ല. ഇത് കേട്ടുകൊണ്ടാണ് സാംകുട്ടി വരുന്നത്. എല്ലാരും തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കാരണം എങ്ങനെയെങ്കിലും ഇത് നടത്തിയെടുക്കണമെന്നുള്ളൊരു വാശി അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ ശ്രമം നീണ്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവൻ ഫൈനൽ ഇയർ എത്തി. അവനിപ്പോ ഏകദേശം 25 സപ്ലിയോളം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവൻ തന്റെ ഇഷ്ടം സ്വാതിയോട് തുറന്നു പറഞ്ഞിട്ടില്ല. സ്വാതിക്ക് ഇതിനിടയ്ക്ക് 2 പ്രണയം ഉണ്ടാവുകയും ചെയ്തു. 2ഉം ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. ഒടുവിൽ ഫെസ്റ്റ് നടത്താനുള്ള അവന്റെ അവസാന ശ്രമമായിരുന്നു അവൻ നടത്തിക്കൊണ്ടിരുന്നത്. ആ മരിച്ചുപോയ 3 കുട്ടികളില്ലേ, മെറിൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നവർ, അവരുടെ എല്ലാം വീട്ടിലേക്ക് പല പല പേര് വെച്ചിട്ട് അവൻ കത്തുകൾ അയക്കുന്നു. ആ കത്തുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ കോളേജിലേക്ക് എത്തി. അവര് വിചാരിച്ചത് ഈ കോളേജിൽ നിന്നും ഒരുപാട് കുട്ടികൾ അവർക്ക് റിക്വസ്റ്റ് അയക്കുന്നതാണെന്നാണ്. എല്ലാ കത്തിലും ഉണ്ടായിരുന്ന ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ
ആരോഹൺ ഫെസ്റ്റ് വീണ്ടും നടത്തുക എന്തായിരുന്നു. അത് കാരണം ഈ മാതാപിതാക്കൾ പ്രിൻസിപ്പലിനോട് വന്ന് സംസാരിക്കുന്നു. കഴിഞ്ഞ തവണ ഫെസ്റ്റ് നടത്തി തങ്ങളുടെ മക്കൾ മരിച്ചു എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ എതിര് നിൽക്കണ്ടെന്നും അവര് ഫെസ്റ്റ് നടത്തിക്കോട്ടെ എന്നും കൂടാതെ തന്റെ മകൾ മെറിൻ ആഗ്രഹിച്ച പോലെ ആ മാഗസിൻ പ്രകാശനവും നടക്കുമെന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ, ഞങ്ങളും അവിടെ ഉണ്ടാകുമെന്ന് ഈ മാതാപിതാക്കൾ പറയുന്നു. സാംകുട്ടിയും പ്രിൻസിപ്പലിനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു. മെറിന്റെ അച്ഛനാകട്ടെ സാംകുട്ടിയോട് ജോസഫിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ചേട്ടൻ അങ്ങനെ നാട്ടിലേക്ക് വരാറില്ല, ജോലിക്കായിട്ട് തമിഴ്നാട്ടിലാണെന്ന് അവൻ പറയുന്നു. കോളേജിലെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് സാംകുട്ടിയാകട്ടെ പീരങ്കി പോലൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്യുക എന്തായിരുന്നു അതിലൂടെ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഡെമോ കാണിക്കുന്നതിന്റെ ഇടയ്ക്ക് അവൻ ഉദ്ദേശിച്ച പോലെ ആ സാധനം വർക്കായില്ല. അതിന്റെ പേരിൽ എല്ലാവരും അവനെ കളിയാക്കി. എന്നാൽ നിങ്ങളാരും കളിയാക്കണ്ട, ഇതിന് മറ്റൊരു വേർഷൻ ഉണ്ടെന്നും അതുപയോഗിച്ച് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്യാമെന്നുമാണ് അവൻ പറയുന്നത്. ആ സമയത്താണ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നത്. കുട്ടികളും ആ രക്ഷകർത്താക്കളും എല്ലാം ആഗ്രഹിച്ച പോലെ ആരോഹൺ ഫെസ്റ്റ് വീണ്ടും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അത് കേട്ടതോടെ എല്ലാ കുട്ടികളും ഒരുപാട് സന്തോഷത്തിലായി. പ്രിൻസിപ്പലും കൂട്ടരും ആ ഒരു ഫെസ്റ്റ് നടത്താനുള്ള കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു. അത്രയും നാളും ഈ ഫെസ്റ്റിന് വേണ്ടി ഒന്നും ചെയ്യാത്ത വിവിയാകട്ടെ താനും ഈ ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രിൻസിപ്പൽ സ്വാതിയെ മെയിൻ കൺവീനർ ആക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ വിവിയെയും മറ്റു കുറച്ച് സ്റ്റുഡൻസിനെയും ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് ആകെ സങ്കടത്തോടു കൂടിയാണ് സാംകുട്ടി അവിടേക്ക് വരുന്നത്. ഈ ഫെസ്റ്റിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അവനായിരുന്നു. അവന്റെ വിഷമം കണ്ടിട്ട് സ്വാതി എല്ലാവരോടും പറയുന്നുണ്ട്, ഫസ്റ്റ് ഇയർ മുതലേ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടത് സാംകുട്ടിയാണെന്നും അവസാനം എല്ലാവരും അവനെ കളിയാക്കി ഫെസ്റ്റ് മാൻ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നതെന്ന് പോലും പറയുന്നു. അതുകൊണ്ട് അവനെയും ഏതെങ്കിലും കമ്മിറ്റിയിൽ എടുത്തെങ്കിലേ പറ്റൂ. ബാക്കി ആരും തനിക്ക് വേണ്ടി സംസാരിക്കാതിരുന്ന സമയത്ത് സ്വാതി തനിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ സാംകുട്ടിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഇവന്റ് ഹെഡായിട്ട് സ്വാതിയെയും കൺവീനറായിട്ട് സാംകുട്ടിയെയും തീരുമാനിക്കുന്നു. തനിക്ക് വേണ്ടി സംസാരിച്ചത് കാരണം സാംകുട്ടി വന്ന് സ്വാതിയോട് താങ്ക്സ് പറയുന്നു. കുറെ നാൾ മുമ്പ് പ്രപ്പോസ് ചെയ്ത് ചീറ്റിപ്പോയത് കാരണം പിന്നെ തന്നോട് സംസാരിക്കാതെ നടന്നതല്ലേന്ന് അവൾ ചോദിക്കുന്നു. അതൊക്കെ ആ പ്രായത്തിൽ തോന്നിയതാണെന്നാണ് അവൻ പറയുന്നത്. സ്വാതിയോട് വീണ്ടും ക്ലോസ് ആകാൻ പറ്റിയതിൽ സാംകുട്ടിയും ആകെ ഹാപ്പി ആയിരുന്നു. പഴയ ഇഷ്ടം ഇപ്പോഴും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. കുട്ടികൾ ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരുന്ന സമയത്ത് ആ കോളേജിന് അടുത്തുള്ളൊരു അമ്പലത്തില് ഒരു പ്രോഗ്രാം വെക്കുകയായിരുന്നു. ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു പഴയ ഗുണ്ട, തോട്ട ശ്രീകുട്ടൻ എന്നായിരുന്നു അവനെ എല്ലാവരും വിളിച്ചിരുന്നത്. മുൻപ് ഒരുപാട് അടിപിടി കേസുകളിൽ പെട്ടിട്ടുണ്ട്. തോട്ട എറിഞ്ഞായിരുന്നു പലർക്കും അവൻ പണി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയപ്പോഴേക്കും ഗുണ്ട പരിപാടിയൊക്കെ നിർത്തി കയ്യിൽ ചരടും കെട്ടി പാട്ട് പാടാൻ ഇറങ്ങിയിരിക്കുകയാണ് ശ്രീകുട്ടൻ. മരിച്ചുപോയ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ പുതുപ്പ് എന്ന് തുടങ്ങുന്ന ഒരു സോങ് ശ്രീകുട്ടൻ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ അരങ്ങേറ്റമായിട്ട് ആ പാട്ട് തന്നെ പാടണമെന്ന് ശ്രീകുട്ടന് നിർബന്ധമായിരുന്നു. ശ്രീകുട്ടന്റെ കൂടെ പാടാൻ വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള അഗ്നിവേശ് എന്ന് പറയുന്ന ഒരു പയ്യൻ കൂടി ഉണ്ടായിരുന്നു. സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുള്ള പയ്യനായിരുന്നു അത്. ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ കോളേജിലെ ഫെസ്റ്റിന്റെ അനൗൺസ്മെന്റ് പോകുന്നുണ്ട്. കോളേജിലെ ആരോഹൺ ഫെസ്റ്റിന് വരാൻ പോകുന്നത് വിനീത് ശ്രീനിവാസനാണെന്നായിരുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. തങ്ങളുടെ അമ്പലത്തിലും അതുപോലൊക്കെ വലിയ ആൾക്കാരെ കൊണ്ടുവരണമെന്ന് ശ്രീകുട്ടന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ല ബഡ്ജറ്റാണ്. ഒരു ഷോയ്ക്ക് 10 ലക്ഷമൊക്കെയാണ് വിനീത് ശ്രീനിവാസൻ ചോദിക്കുന്നത്. പക്ഷെ അയാളെ പോലെ പാട്ടുപാടുന്ന അയാളുടെ ചെറിയ ലുക്കൊക്കെയുള്ള വർക്കല സുധീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്, വേണമെങ്കിൽ അയാളെ കൊണ്ടുവരാമെന്ന് ശ്രീകുട്ടന്റെ ഫ്രണ്ട്സ് പറയുന്നു. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് ശ്രീകുട്ടൻ പറയുന്നു. അമ്പലത്തിലെ ശ്രീകുട്ടന്റെ അരങ്ങേറ്റത്തിന്റെ അന്ന് ഇവരുടെ ഒരുപാട് ബന്ധുക്കാരൊക്കെ വരുന്നുണ്ട്. അവരുടെ എല്ലാം മുന്നിൽ ഷൈൻ ചെയ്യാനായിരുന്നു ശ്രീകുട്ടന്റെ വൈഫ് ആഗ്രഹിച്ചിരുന്നത്. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി പെഡിക്യൂറും ചെയ്തിട്ടായിരുന്നു ശ്രീകുട്ടന്റെ വൈഫ് അവിടെ വന്നിരുന്നത്. കോളേജില് ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ നല്ല രീതിയിൽ നടക്കുകയാണ്. സാംകുട്ടിയാണ് വിനീത് ശ്രീനിവാസനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാശൊന്നും പിരിഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിലും സമയമാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആകുമെന്നായിരുന്നു അവന്റെ വിശ്വാസം. പാസ് വെച്ചിട്ടാണ് ഫെസ്റ്റിന് ആളെ കയറ്റുന്നത്. മാക്സിമം പാസ് വിറ്റഴിച്ചു കഴിഞ്ഞാൽ അത്രയും ക്യാഷ് കിട്ടുകയും അത് വിനീത് ശ്രീനിവാസന് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഇവരുടെ ഫെസ്റ്റിനെ പറ്റി ഒരുപാട് പേരെ അറിയിക്കാൻ വേണ്ടി ഇവർ റോഡിൽ ഒരു ഷോ നടത്തുന്നുണ്ട്. കുറെ റോബോട്ടുകളും മോഡിഫൈ ചെയ്ത കുറെ കാറുകളും ഒക്കെ വെച്ചായിരുന്നു ആ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അമ്പലത്തിലെ ഒരു ഘോഷയാത്രയും അതുവഴി വരുന്നു. ഈ ഘോഷയാത്രയ്ക്കിടെ ഒരു സ്ത്രീയാകട്ടെ ആകെ തളർന്നിട്ട് വെള്ളം വേണമെന്ന് സ്വാതിയുടെ അടുത്ത് വന്ന് പറയുന്നു. സ്വാതി പോയി വെള്ളം എടുത്തുകൊണ്ട് വരാൻ സാംകുട്ടിയുടെ അടുത്താണ് പറയുന്നത്. സാംകുട്ടി പോയി വെള്ളം ചോദിക്കുന്നതാകട്ടെ അമ്പലത്തിലെ പരിപാടിയിൽ പാടാൻ വന്ന ആ അഗ്നിവേശിന്റെ അടുത്തും. എന്നാൽ അവന്റെ വെള്ളം അവൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. ആ അമ്പല കമ്മിറ്റിയിൽ ഒരാളാകട്ടെ സാംകുട്ടിയെ പിടിച്ച് തള്ളുകയും ചെയ്തു. ഇത് കണ്ട് ദേഷ്യം വന്ന സാംകുട്ടിയുടെ കൂട്ടത്തിലെ ഒരാളാകട്ടെ അമ്പല കമ്മിറ്റിയിലെ ആളെ അടിച്ചു. എന്നാൽ അടിയും പ്രശ്നങ്ങളും ഒന്നും വേണ്ട, ഫെസ്റ്റ് കുളവാകും, അതുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ വെച്ച് സോൾവ് ചെയ്യാൻ സാംകുട്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടുപോയി. കോളേജിലെ പിള്ളേരും അമ്പല കമ്മിറ്റിയിലെ ആൾക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയായി. പ്രശ്നങ്ങൾ ഒതുക്കാൻ ശ്രമിച്ച ശ്രീകുട്ടനിട്ടും നല്ല അടി കിട്ടി. അടികൊണ്ട് വീണ ശ്രീകുട്ടനെ ഒരു വിധത്തിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് സാംകുട്ടിയായിരുന്നു. ഒന്നിനും തള്ളിനിടയിൽ ആ റോബോട്ടിന്റെ റിമോട്ട് താഴെ വീഴുകയും ആരോ ഇതിൽ കയറി ചവിട്ടുകയും ചെയ്തു. അത് തനിയെ മൂവായിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കിനിടയിൽപ്പെട്ട് ശ്രീകുട്ടന്റെ വൈഫും താഴേക്ക് വീണു. ആ റോബോട്ട് പോയി അമ്പല കമ്മിറ്റിക്കാരുടെ ഘോഷയാത്രയിലുണ്ടായിരുന്ന രാവണന്റെ തല തട്ടിക്കളഞ്ഞു. രാവണന്റെ പ്രതിമ നേരെ ശ്രീകുട്ടന്റെ വൈഫിന്റെ തലയിലേക്ക് വീഴേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് എല്ലാവരും കൂടി കയറി പിടിച്ചതുകൊണ്ട് കാലിൽ ചെറിയ പരുക്ക് പറ്റി അവൾ രക്ഷപ്പെട്ടു. പെഡിക്യൂർ ചെയ്ത തന്റെ വൈഫിന്റെ കാല് ഈ അവസ്ഥയിലായത് കണ്ട് ശ്രീ
ശ്രീകുട്ടന് ദേഷ്യം വരുന്നുണ്ട്. ഇവനെ പോലൊരു ഗുണ്ടയെ കെട്ടിയത് കൊണ്ടാ നിനക്ക് ഈ അവസ്ഥ വന്നതെന്ന് പല ബന്ധുക്കാരും ശ്രീകുട്ടന്റെ വൈഫിനോട് പറയുന്നു. പണ്ട് ഗുണ്ടായിസം കാണിച്ച് നടന്നതല്ലേ, സ്വന്തം ഭാര്യയെ ഈ അവസ്ഥയിലാക്കിയവരോട് പകരം ചോദിക്കുന്നില്ലെന്നും ചിലർ ചോദിക്കുന്നുണ്ട്. ദേഷ്യം വന്ന ശ്രീകുട്ടനാകട്ടെ തന്റെ കയ്യിൽ ചരട് പൊട്ടിച്ചു കളഞ്ഞ് ഈ കോളേജ് പിള്ളേർക്കിട്ട് പണി കൊടുക്കാൻ തന്നെ ഇറങ്ങിത്തിരിക്കുന്നു. ആ സമയം പോലീസുകാരനായ മണിച്ചനാകട്ടെ കോളേജിലെ പിള്ളേരെ പിടിച്ച് നല്ല രീതിയിൽ വരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടി ഉണ്ടാക്കിയതിന്റെ പേരില് അവര് കുറെ സോറിയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പ്രശ്നം സോൾവ് ആക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ അപ്പോഴാണ് പോലീസുകാർ മനസ്സിലാക്കുന്നത് ഇവർ അടിച്ച കൂട്ടത്തില് ശ്രീകുട്ടനും ഉണ്ടായിരുന്നുവെന്ന്. നീയൊക്കെ എന്താലോചിച്ചാണ് അവനെ അടിച്ചത്? ഇനി അവൻ നിന്നെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് ഈ പോലീസുകാര് പറയുന്നു. സാംകുട്ടിക്കും ഫ്രണ്ട്സിനും കാര്യം മനസ്സിലായില്ല. അപ്പോഴാണ് ഈ പോലീസുകാര് ശ്രീകുട്ടന്റെ പഴയ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ശ്രീകുട്ടനുണ്ടാക്കിയ പ്രശ്നങ്ങളും കേസുകളൊക്കെ കേട്ട് സാംകുട്ടിയും കൂട്ടരും പേടിച്ചു. വിവാഹമൊക്കെ കഴിഞ്ഞ് കയ്യിൽ ചരണം കിട്ടി മര്യാദയ്ക്ക് പാട്ടും പാടി ജീവിക്കാൻ തീരുമാനിച്ചിരുന്ന ഒരുത്തനെയാണ് നിങ്ങളെല്ലാം കൂടി ഇളക്കി വിട്ടത്. ഇനി അവൻ വെറുതെ ഇരിക്കും തോന്നുന്നില്ല. സാംകുട്ടിയും കൂട്ടരും കോളേജിൽ തിരിച്ചെത്തിയപ്പോഴേക്കും തന്റെ ആൾക്കാരെയും കൂട്ടി കുട്ടൻ കോളേജിലേക്ക് കയറി വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. എതിർക്കാൻ വന്ന എല്ലാവരെയും കുട്ടൻ അടിച്ചിട്ടു. അവരുടെ ആ ഒരു റോബോട്ടിന്റെ തല വരെ ഊരിയെടുത്തുകൊണ്ട് അവർക്ക് വാണിംഗും കൊടുത്തിട്ടാണ് കുട്ടൻ അവിടെ നിന്നും പോകുന്നത്. കുട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാകട്ടെ അവിടെ കിടന്നിരുന്ന ഒരു മഞ്ഞ കാറ് കൂടി അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ബാക്കിയുള്ള കുട്ടികൾ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ആരുടെയും കാറല്ല, ഇത് ഡെന്നിച്ചന്റെ കാറാണെന്ന്. അതി തുടരുതെന്ന്. ഇതൊന്നും കേൾക്കാതെ കുട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് ആ കാറിന്റെ ചില്ല് പൊട്ടിച്ചു. സാംകുട്ടിക്ക് ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ ഫെസ്റ്റ് എങ്ങനെയെങ്കിലും മര്യാദയ്ക്ക് നടത്തണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവൻ തൽക്കാലം പ്രശ്നത്തിനൊന്നും പോകാതെ നിൽക്കുന്നത്. ഫെസ്റ്റ് നാളെയാണ് നടക്കാൻ പോകുന്നത്. സാദി അവനോട് ചോദിക്കുന്നുണ്ട് നിന്റെ ചേട്ടൻ ജോസഫ് വരുമോ എന്ന്. ഉറപ്പൊന്നും ആയിട്ടില്ല, താനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, സക്സസ് ആവുകയാണെങ്കിൽ വരുമെന്ന് പറയുന്നു. ജോസഫിനെ മെറിന്റെ അച്ഛനെ കൊണ്ട് സാംകുട്ടി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മെറിന്റെ അച്ഛൻ നിർബന്ധമായിട്ടും ജോസഫിനോട് പറയുന്നുണ്ട് നാളെ ഫെസ്റ്റിന് നീ വരണം. മെറിൻ ആഗ്രഹിച്ച പോലെ ആ മാഗസിൻ പ്രകാശനം ചെയ്യുമ്പോൾ നീ എവിടെ ഉണ്ടാകണമെന്ന്. തന്റെ ഫാമിലിയെ പറ്റി സാംകുട്ടി സ്വാതിയോട് പറയുന്നു. എല്ലാവരും കരുതിയിരുന്നത് അവന്റെ അമ്മ മരിച്ചുപോയെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവന്റെ അമ്മ ചെറുപ്പത്തിൽ തന്നെ ഇവരെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയതാണ്. അച്ഛൻ എപ്പോഴും ടെൻഷനായിരുന്നു, തങ്ങളെ രണ്ടുപേരെയും നല്ല രീതിയിലാണോ വളർത്തുന്നതെന്ന് ആലോചിച്ച്. സാംകുട്ടിയുടെ കാര്യങ്ങളെല്ലാം ചെറുപ്പം മുതലേ നോക്കിയിരുന്നത് അവന്റെ ചേട്ടൻ ജോസഫ് ആയിരുന്നു. അമ്മയില്ലെങ്കിലും അവർ മൂന്നാണുങ്ങളും ഹാപ്പിയായിട്ടാണ് ആ വീട്ടിൽ ജീവിച്ചിരുന്നത്. എന്നാൽ മെറിന്റെ മരണശേഷം ജോസഫ് ആ വീട്ടിൽ നിന്ന് ജോലിക്കെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയപ്പോഴേക്കും ആ വീട്ടിൽ ഒരു സന്തോഷം ഇല്ലാതെയായി. എങ്ങനെയെങ്കിലും ചേട്ടനെ പഴയതുപോലെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും അവർ ഒരുമിച്ചുള്ള നിമിഷങ്ങളെല്ലാം പഴയതുപോലെ ആയി തീർണമെന്നും സാംകുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കോളേജിലേക്ക് ക്ഷണം കിട്ടിയതനുസരിച്ച് വിനീത് ശ്രീനിവാസനാകട്ടെ എയർപോർട്ടിലെത്തി. വിനീത് ശ്രീനിവാസനെ പിക്ക് ചെയ്യാൻ സാംകുട്ടിയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വിനീതാകട്ടെ തന്റെ ഫ്രണ്ടായ ഷാനിനെ എയർപോർട്ടിൽ വെച്ച് കാണുന്നു. പോകുന്ന വഴിക്ക് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ ഷാനിനെ കൂടി തന്റെ കൂടെ കൂട്ടി. കുറെ നേരം കാത്തു നിന്നിട്ടും വിനീത് ശ്രീനിവാസനെ കാണാത്തത് കാരണം ഇടനിലക്കാരനായ ഒരാളെ സാംകുട്ടി കോൾ ചെയ്യുന്നു. അപ്പോഴാണ് അയാൾ പറയുന്നത് ഡൊമസ്റ്റിക്കിലല്ല ചെല്ലേണ്ടത് ഇന്റർനാഷണൽ ഏരിയയിലേക്ക് പോകാൻ. പക്ഷെ സാംകുട്ടി അവിടേക്ക് എത്തിയപ്പോഴേക്കും വിനീതിനെ മറ്റാരോ പിക്ക് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു. വിനീതിനെയും ഷാനിനെയും എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയത് ശ്രീകുട്ടനും ഗ്യാങ്ങുമായിരുന്നു. പക്ഷെ വിനീതും കൂട്ടരും അറിയുന്നുണ്ടായിരുന്നില്ല ഇത് കോളേജിലെ ആൾക്കാരല്ല എന്ന്. അവർ വിചാരിച്ചത് കോളേജിലെ സാറുമാര് തങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു എന്നാണ്. വഴിയിൽ വെച്ച് സാംകുട്ടിയും കൂട്ടരും ഇവരെ കാണുകയും ഈ വണ്ടിയെ ഫോളോ ചെയ്ത് സാംകുട്ടി പോവുകയും ചെയ്യുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ബോർഡില് സാംകുട്ടി വിനീതിനെ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണെന്ന്. അപ്പോഴാണ് വിനീതിന് കാര്യം മനസ്സിലായത്. കുട്ടൻ സ്പീഡിൽ വണ്ടി വിടുകയായിരുന്നു. നിർത്താൻ പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല. വിനീത് അപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. മണിച്ചനാണ് ഫോൺ എടുത്തത്. താൻ വിനീത് ശ്രീനിവാസനാണെന്ന് പറഞ്ഞു. പക്ഷെ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ കുട്ടന്റെ ആൾക്കാർ വിനീതിനെ ഭീഷണിപ്പെടുത്തുന്നു. അത് കാരണം വിനീത് ആ എസ്ഐയോട് പറയുന്നുണ്ട് ഞാൻ വെറുതെ വിളിച്ചതാ, സാറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാ കോൾ ചെയ്തതെന്ന്. അതും പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയും ചെയ്തു. വിനീത് ശ്രീനിവാസനൊക്കെ തന്നെ പരിചയപ്പെടാൻ വിളിച്ചു എന്ന് കരുതി നമ്മുടെ മണിച്ചൻ എസ്ഐ ആകട്ടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിനീതിന്റെ ഒരു വീഡിയോ വരുന്നു. കുട്ടനും കൂട്ടരും ഭീഷണിപ്പെടുത്തിയായിരുന്നു ആ വീഡിയോ ചെയ്യിപ്പിച്ചത്. താൻ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ഈ അമ്പലത്തില് ഒരു പരിപാടി നടത്തുന്നുണ്ടെന്നും എല്ലാവരും വരണമെന്നും പറഞ്ഞിട്ട്. കോളേജ് ഫെസ്റ്റില് 8 മണിക്ക് പാടേണ്ട വിനീത് ശ്രീനിവാസൻ അതേസമയം തന്നെ അമ്പലത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നറിഞ്ഞ് എല്ലാവരും ആകെ കൺഫ്യൂഷനിലായി. കുട്ടനും കൂട്ടരും സാംകുട്ടിയും കൂട്ടരെയും പറ്റിച്ച് കടന്നു കളഞ്ഞു. സാംകുട്ടി സ്റ്റേഷനിലേക്ക് പരാതിയായിട്ട് വന്നിട്ടും പോലീസുകാര് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം വിനീത് തന്നെ ഓൾറെഡി അമ്പലത്തിലെ പരിപാടിക്കാണ് പോകുന്നതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ കിഡ്നാപ്പിംഗ് ഒന്നും നടന്നിട്ടുണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. വിനീത് ശ്രീനിവാസൻ കുറച്ചു മുമ്പ് തന്നെ വിളിച്ചിരുന്നു. സൈബർ സെല്ലിൽ കൺഫേം ചെയ്തപ്പോൾ അത് വിനീതിന്റെ നമ്പർ തന്നെയാണെന്ന് അവർ പറയുകയും ചെയ്തു. ആ നമ്പറിലേക്ക് താനൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മണിച്ചൻ ആ നമ്പറിലേക്ക് വിളിക്കുന്നു. കുട്ടനും കൂട്ടരും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കാരണം വിനീത് ഫോൺ എടുത്ത ഉടനെ താനിപ്പോ തന്റെ പേഴ്സണൽ സ്പേസിലാണ്, കൂടാതെ വൈകുന്നേരം അമ്പലത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നും പറയുന്നു. വിനീത് ശ്രീനിവാസൻ തന്നെ കൺഫേം ചെയ്തത് കാരണം പോലീസുകാർ സാംകുട്ടിയും കൂട്ടരും പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷെ ശ്രീകുട്ടനും കൂട്ടരും വിനീതിനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇതെല്ലാം പറയിപ്പിച്ചത്. പോലീസുകാർ തങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സാംകുട്ടിയും കൂട്ടരും അവിടെ നിന്നും പോയി. എന്നാലും അതിലൊരു പോലീസുകാരൻ പറയുന്നുണ്ട് കുട്ടനെ നമ്മൾ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല, ഇവർ പറയുന്നതും ചിലപ്പം ശരിയായിരിക്കാം. കുട്ടൻ വിനീത് ശ്രീനിവാസനെ തട്ടിക്കൊണ്ടുപോയതാണെങ്കിലോ എന്താണെങ്കിലും അവരൊന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെ കുട്ടനും കൂട്ടരും വിനീത് ശ്രീനിവാസനോടും ഷാനോടും പറയുന്നുണ്ട് ഇന്ന് വൈകുന്നേരം 8 മണിക്ക് എന്റെ കൂടെ വിനീത്
ശ്രീനിവാസനും പാടണമെന്ന്. താൻ തയ്യാറാക്കിയ സോങ് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു കുട്ടൻ. കുട്ടന്റെ വൈഫാകട്ടെ കുട്ടൻ ഈ കാണിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എതിരായിരുന്നു. ഇതൊക്കെ വലിയ പ്രശ്നത്തിലെ അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ കുട്ടൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. എന്തൊക്കെയാണെങ്കിലും 8 മണിക്ക് വിനീത് ശ്രീനിവാസൻ തന്നെ തന്റെ കൂടെ പാടുമെന്നും ആ കോളേജ് പിള്ളേർ കാരണം ഉണ്ടായ അടിയില് അഗ്നിവേശ് തന്റെ കൂടെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് പോയതല്ലേ, തന്റെ പരിപാടി കൊളവാകാൻ താൻ സമ്മതിക്കില്ല, അത് മര്യാദയ്ക്ക് നടന്നെങ്കിലേ പറ്റൂ. സാംകുട്ടിയും കൂട്ടരും കോളേജിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും വിനീത് എവിടെയെന്ന് ചോദിച്ചു. വിനീതിനെ തങ്ങൾ ഹോട്ടലിലാക്കിയിരിക്കുകയാണ്, പ്രോഗ്രാമിന്റെ സമയത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് തൽക്കാലം അവരോടെല്ലാം സാംകുട്ടി കള്ളം പറയുന്നത്. കോളേജിന്റെ ഭാഗമായിട്ട് ഒരു മഡ് റേസ് വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാം. കുട്ടനും തങ്ങളുടെ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആ റേസിൽ കുട്ടൻ പങ്കെടുക്കുകയും അതിൽ അത്യാവശ്യം നല്ലൊരു ക്യാഷ് പ്രൈസ് കുട്ടന് കിട്ടുകയും ചെയ്തു. പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ കുട്ടൻ എല്ലാവരോടും പറയുന്നുണ്ട്, അമ്പലത്തിൽ 8 മണിക്ക് ഞാനും വിനീത് ശ്രീനിവാസനും അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ഉണ്ട്, എല്ലാവരും അവിടേക്ക് വരണമെന്ന്. ഇത് കേട്ടതോടുകൂടി കുട്ടികളെല്ലാം ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. സാംകുട്ടി തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നും വിനീത് കോളേജിലേക്ക് വരില്ല എന്നും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. സാംകുട്ടിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. തന്നിൽ നിന്ന് എന്തിനാ ഈ സംഭവങ്ങളൊക്കെ മറച്ചു വെച്ചെന്ന് സ്വാധീനം ചോദിക്കുന്നു. നമ്മൾ ഒരുമിച്ചല്ലേ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത്, ഇതൊക്കെ ആദ്യമേ തുറന്ന് പറഞ്ഞാൽ പോരായിരുന്നു. എന്നാൽ സാംകുട്ടി പറയുന്നുണ്ട്, ഒരു കാരണവശാലും പ്രോഗ്രാം മുടങ്ങാൻ താൻ സമ്മതിക്കില്ല എന്നും എന്തൊക്കെ കാട്ടിയിട്ടാണെങ്കിലും കുട്ടന്റെ അടുത്ത് നിന്ന് വിനീത് ശ്രീനിവാസനെ കൊണ്ടുവരുമെന്നും. കോളേജിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ സാംകുട്ടിയുടെ അച്ഛനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മെറിന്റെ അച്ഛൻ പറഞ്ഞ പ്രകാരം ജോസഫ് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ജോസഫ് തന്റെ അച്ഛനോട് പറയുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സാംകുട്ടി അത് നേരിടുമെന്ന്. അവൻ എന്നെക്കായാലും ധൈര്യമുണ്ടെന്ന്. കാരണം ഈ ആരോഹൺ ഫെസ്റ്റിന്റെ ലോഗോ തന്നെ പറന്നുയരാൻ ശ്രമിക്കുന്ന ഒരു പക്ഷിയുടേതാണ്. ആ പക്ഷിക്ക് പറക്കാൻ പേടിയായിരുന്നു. ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിനത് സാധിക്കുന്നില്ലായിരുന്നു. ഒടുവിൽ അതിരുന്ന ചില്ല ഒടിയേണ്ടി വന്നു ആ പക്ഷിക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ. ആ പക്ഷിയെ പോലെയാണ് ആരോഹൺ ഫെസ്റ്റും. അത് സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും നടത്തിയെടുക്കാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ആ ഫെസ്റ്റ് ഭംഗിയായിട്ട് നടത്താൻ സാംകുട്ടിക്ക് സാധിക്കുമെന്ന് ജോസഫ് പറയുന്നു. ആരോഹൺ ഫെസ്റ്റിന്റെ ലോഗോയെ സംബന്ധിച്ചുള്ള ഈ ഒരു സ്റ്റോറി അവരുടെ കോളേജിലും കേൾക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കേട്ടതോടുകൂടി സാംകുട്ടിയും രണ്ടും കൽപ്പിച്ച് പൊരുത്താൻ തന്നെ തീരുമാനിച്ചു. ഒരുപാട് ആൾക്കാരുടെ മുഖത്ത് കുറച്ച് സന്തോഷം കാണാൻ വേണ്ടിയിട്ടാ താൻ ഈ ഫെസ്റ്റ് നടത്താൻ ഇറങ്ങി പുറപ്പെട്ടത്, അല്ലാതെ ആരുടെയും മുന്നിൽ ഒന്നും പ്രൂവ് ചെയ്ത് കാണിക്കാനല്ല. കൂടാതെ പണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിരുന്ന ആ ഇഷ്ടം ഇപ്പോഴും നിന്നോടുണ്ടെന്ന് ധൈര്യത്തോടു കൂടി സ്വാതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് സാംകുട്ടി പോകുന്നത്. കുട്ടനെ വിളിച്ച് സാംകുട്ടി വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചതാ, അത് പറഞ്ഞ സമയത്ത് തന്നെ നടന്നിരിക്കുമെന്ന്. ആ സമയം പോലീസുകാരൻ മണിച്ചനും ഗ്യാങ്ങും അവിടേക്ക് വരുന്ന കണ്ട് കുട്ടനാകട്ടെ വിനീത് ശ്രീനിവാസനെ കൊണ്ട് അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് വിളിപ്പിക്കുന്നു. ഒരു റൂം ബുക്ക് ചെയ്യിപ്പിക്കുന്നു. എസ്ഐയും കൂട്ടരും വന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിനീത് ശ്രീനിവാസനെ വെച്ച് പരിപാടി നടത്താൻ തീരുമാനിച്ചതല്ലേ, എന്നിട്ട് പുള്ളി എവിടെയെന്ന്. ആൾ എവിടെയെങ്കിലും ഇല്ല, ആൾ ഹോട്ടലിലാണെന്ന് കുട്ടൻ പറയുന്നു. ഏത് ഹോട്ടലിൽ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുമുമ്പ് വിനീത് ശ്രീനിവാസനോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞ ആ ഹോട്ടലിന്റെ പേര് കുട്ടൻ പറഞ്ഞു കൊടുക്കുന്നു. ആ ഹോട്ടലിൽ വിളിച്ച് പോലീസുകാർ അന്വേഷിച്ചപ്പോൾ വിനീത് ശ്രീനിവാസൻ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു. എന്നാ പിന്നെ നമുക്ക് അയാളെ കൂട്ടാൻ വേണ്ടി ഒരുമിച്ച് പോകാമെന്നാണ് പോലീസുകാരൻ കുട്ടനോട് പറയുന്നത്. വേറെ നിവൃത്തിയില്ലാതെ പോലീസുകാരുടെ കൂടെ കുട്ടന് പോകേണ്ടി വന്നു. ഇവിടെ സാംകുട്ടിയുടെ ഫ്രണ്ട്സ് ആകട്ടെ തൽക്കാലം ഈ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വിനീത് ശ്രീനിവാസന് പകരം അതേപോലെ ഫേസ് കട്ടും അതുപോലത്തെ സൗണ്ടും ഉള്ള വർക്കല സുധീഷിനെ അവിടേക്ക് കൊണ്ടുവരുന്നു. അയാളുടെ ഫേസ് മാത്രം കുട്ടികളെ കാണിക്കുന്നില്ല. എല്ലാവരും വിചാരിച്ചത് വിനീത് എത്തിയെന്നാണ്. പക്ഷെ സ്വാതിയും കുറച്ച് ഫ്രണ്ട്സും മാത്രം അകത്തേക്ക് കയറുമ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി, ഇത് വിനീത് അല്ലാന്ന്. എന്നാൽ വിനീത് വരുന്നിടം വരെ തൽക്കാലം ഈ കുട്ടികളെ ശാന്തമാക്കി നിർത്താൻ വേണ്ടിയിട്ടാ അയാൾക്ക് പകരം ഒരു ബോഡി ഡബിളിനെ കൊണ്ടുവന്നെന്നാണ് സാംകുട്ടിയുടെ ഫ്രണ്ട്സ് പറയുന്നത്. സമയം രാത്രിയായി. ഫെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ചടങ്ങും പ്രസംഗവും ഒക്കെ നടക്കുകയാണ്. ഇപ്പോഴും കുട്ടൻ എവിടെയാണ് വിനീത് ശ്രീനിവാസനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് സാംകുട്ടിക്കും കൂട്ടർക്കും കണ്ടെത്താൻ പറ്റിയില്ല. അവർ ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ഒരു സ്കൂളിൽ ഈ രാത്രിയിൽ വെളിച്ചം കാണുന്നു. അതോടെ ഡൗട്ട് തോന്നി അവർ അവിടെ പരിശോധിക്കുമ്പോൾ വിനീതിനെ ഷാനിനെ അവർ കാണുന്നുണ്ട്. കുട്ടനെയും ഗ്യാങ്ങിനെയും പറ്റിച്ചുകൊണ്ട് സാംകുട്ടിയും ഗ്യാങ്ങും ആ സ്കൂളിനുള്ളിലേക്ക് കയറുകയും വിനീത് ശ്രീനിവാസനെയും ഷാനിനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ കുട്ടന്റെ ആൾക്കാർ ഇത് കുട്ടനെ വിളിച്ചു പറഞ്ഞു അവർ വിനീത് ശ്രീനിവാസനെ കൊണ്ടുപോയിന്ന്. ദേഷ്യം വന്ന കുട്ടനാകട്ടെ പോലീസുകാരോട് ജീപ്പ് നിർത്താൻ പറഞ്ഞു. അവർ അത് കേട്ടില്ല. പോലീസുകാരെ അടിച്ചിട്ടിട്ട് കുട്ടൻ ജീപ്പ് എടുത്തുകൊണ്ട് നേരെ കോളേജിന്റെ അടുത്തേക്ക് വരുന്നു. രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന സാംകുട്ടിയുടെയും വിനീതിന്റെയും പിറകെ കുട്ടന്റെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. പക്ഷെ സാംകുട്ടി വിനീതിനെയും കൊണ്ട് തന്റെ ഫ്രണ്ടായ ഡെന്നിച്ചന്റെ കാറിലേക്കാണ് കയറുന്നത്. ഈ കുട്ടന്റെ ഗ്യാങ് ഇടയ്ക്ക് കോളേജിൽ വന്ന് അടിയുണ്ടാക്കിയപ്പോൾ ഡെന്നിച്ചന്റെ കാർ ഇവർ അടിച്ചുപെട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഡെന്നിച്ചനായിരുന്നു ഇത്. അങ്ങനെ കാറിൽ കയറി അവർ രക്ഷപ്പെട്ടു. എന്നാൽ വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് ഒന്നുകിൽ എയർപോർട്ടിലേക്ക് പോകണം അല്ലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന്. പക്ഷേ സാംകുട്ടി കുറെ റിക്വസ്റ്റ് ചെയ്യുന്നു, കാശ് വേണമെങ്കിൽ കൂട്ടിത്തരാം, പ്രോഗ്രാം നടത്താൻ പറ്റിയില്ലെങ്കിൽ തന്റെ വിഷമം എത്രത്തോളം ഉണ്ടാകുമെന്ന് ചേട്ടന് അറിയില്ലേ എന്ന്. ഒരുപാട് മൂവീസ് ഇതുപോലെ ചേട്ടനും എടുത്തിട്ടുള്ളതല്ലേ. അതൊക്കെ കേട്ടപ്പോ വിനീത് കോളേജിൽ വന്ന് പാടാമെന്ന് സമ്മതിച്ചു. പക്ഷേ പോകുന്ന വഴിക്ക് ഇവരുടെ കാറിന്റെ പെട്രോൾ തീർന്നു. അത് കാരണം വേറെ നിവൃത്തിയില്ലാതെ സാംകുട്ടി വിനീതിനെയും ഷാനിനെയും കൊണ്ട് കോളേജിലുള്ള ഭാഗത്തേക്ക് ഓടാൻ ആരംഭിച്ചു. കുറച്ചു ദൂരം ഓടിയാൽ മതിയായിരുന്നു. വിനീത് ശ്രീനിവാസന്റെ പ്രോഗ്രാം തുടങ്ങാത്തതിന്റെ പേരിൽ കുട്ടികൾ വളരെയധികം ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ വെച്ചെങ്കിലും സ്വാതി ആകെ ടെൻഷനിലായിരുന്നു. വിനീത് കറക്റ്റ് സമയത്ത് എത്തുമെന്നുള്ള കാര്യത്തില്. തൽക്കാലം കുട്ടികളെ ശാന്തരാക്കി നിർത്താൻ വേണ്ടിയിട്ട് ആ വർക്കല സുധീഷിനെ കൊണ്ട് തന്നെ വിനീത് ശ്രീനിവാസന്റെ സൗണ്ടിൽ അവരോട് സംസാരിക്കുന്നു. കുറച്ചു
നേരം വെയിറ്റ് ചെയ്ത് താൻ ഇപ്പൊ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ട് കുട്ടന്റെ ആൾക്കാർ കോളേജിന് ചുറ്റും ഉണ്ടായിരുന്നു വിനീതിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അവരെയൊക്കെ എങ്ങനെയൊക്കെ അടിച്ചിട്ടിട്ടാണ് വിനീതിനെയും കൊണ്ട് സാംകുട്ടി അകത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒടുവിൽ കുട്ടനും അവിടേക്കെത്തി വിനീതിനെ തടയാൻ ശ്രമിക്കുന്നു. സാംകുട്ടിയെ അടിക്കുന്നു. പക്ഷെ തൽക്കാലം ഫെസ്റ്റിന്റെ ഏരിയയിലുണ്ടായിരുന്ന കുട്ടികളെ ശാന്തരാക്കാൻ വേണ്ടിയിട്ട് ഷാൻ അവിടേക്ക് എത്തുന്നു. സർപ്രൈസ് ആയിട്ട് ഷാനിനെ കണ്ടതോടുകൂടി കുട്ടികൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. കുട്ടനും സാംകുട്ടിയും തമ്മിൽ ഇവിടെ ഫൈറ്റ് നടക്കുകയാണ്. ഒടുവിൽ കുട്ടൻ സാംകുട്ടിയുടെ തലയ്ക്ക് നേരെ അടിക്കാൻ തുടങ്ങിയതും സാംകുട്ടിയുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി വന്നിട്ട് കുട്ടനെ കൈകാര്യം ചെയ്യുന്നു. എന്തൊക്കെ സംഭവിച്ചാലും പരിപാടി കൊളവാക്കണമെന്ന് പറഞ്ഞിട്ട് കുട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് ആകട്ടെ ആ സ്റ്റേജിന്റെ അടിയിൽ തോട്ട വെക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം ഏരിയയിലേക്ക് പോയിക്കൊള്ളാൻ വിനീത് ശ്രീനിവാസനോട് പറഞ്ഞിട്ട് സാംകുട്ടി മറ്റൊരു വഴിക്ക് പോകുന്നു. സാംകുട്ടിയെ ഫോളോ ചെയ്തെത്തി കുട്ടൻ കാണുന്നത് സാംകുട്ടിയെ മാത്രമാണ്. വിനീത് സമയത്ത് പരിപാടി നടത്തത്തില്ലാന്ന് കുട്ടൻ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ സാംകുട്ടി ഈ പ്രാവശ്യം താൻ നേരത്തെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്ന തന്റെ കോൺക്രീറ്റ് ചെയ്യുന്ന മെഷീൻ യൂസ് ചെയ്യുകയും അതുപയോഗിച്ച് കുട്ടന്റെ ദേഹത്തേക്ക് കോൺക്രീറ്റ് ഇടുകയും ചെയ്തു. കറക്റ്റ് ആ സമയത്ത് വിനീത് പാടാൻ ആരംഭിച്ചു. പക്ഷെ കുട്ടന്റെ ആൾക്കാർ പ്രതീക്ഷ പോലെ വിനീത് സ്റ്റേജിൽ നിന്നായിരുന്നില്ല പാടാൻ തുടങ്ങിയത്. അവിടെ ഓടാതെ കിടന്നിരുന്ന ആ ബസ്സില്ലേ, ആ ബസ്സിന്റെ മുകളിലേക്കാണ് വിനീത് എത്തിയത്. കുട്ടന്റെ ആൾക്കാർ വെച്ചിരുന്ന സ്റ്റേജിന്റെ അടിയിൽ തോട്ടയാകട്ടെ പൊട്ടിയതുമില്ല, അത് ചീറ്റിപ്പോയി. എല്ലാ കുട്ടികളും തിരിഞ്ഞ് ഈ സൈഡിലേക്ക് നിൽക്കുന്നതുകൊണ്ട് അതൊന്നും ആരും കണ്ടതുമില്ല. ഒടുവിൽ കുട്ടന്റെയും സാംകുട്ടിയുടെയും ഈ മത്സരത്തിൽ സാംകുട്ടി തന്നെ വിജയിച്ചു. അവൻ പറഞ്ഞ പോലെ തന്നെ വിനീത് ശ്രീനിവാസനെ കൊണ്ടുവന്ന് ആരോഹൻ ഫെസ്റ്റിന് പാടിപ്പിച്ചു. ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു കൊള്ളാൻ കുട്ടനോട് സാംകുട്ടി പറയുന്നുണ്ട്. എന്നാൽ കുട്ടൻ ആകെ ദേഷ്യമായിരുന്നു. എന്റെ അരങ്ങേറ്റം നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്താണ് കുട്ടന്റെ വൈഫ് വിളിക്കുന്നത്. നിങ്ങൾ ഇത് എവിടെയാണ്? നിങ്ങളുടെ അരങ്ങേറ്റം ഒന്നും തന്നെ നശിച്ചിട്ടില്ല എന്നും നേരത്തെ പറഞ്ഞ പ്രകാരം ആ അഗ്നിവേശി തിരിച്ചു വന്നുവെന്നും കമ്മിറ്റിക്കാര് അവനെ സമാധാനിപ്പിച്ച് സ്റ്റേജിൽ കയറ്റി ഇപ്പോൾ പാടിപ്പിക്കുന്നുണ്ടെന്നും. എന്നാലും കുട്ടന്റെ ദേഷ്യം അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തേക്കിറങ്ങി വിനീത് ശ്രീനിവാസന്റെ നേരെ ഓടിയെടുക്കുകയായിരുന്നു കുട്ടൻ. ഇത് കണ്ട വിനീത് ശ്രീനിവാസനാകട്ടെ പെട്ടെന്ന് പാട്ട് മാറ്റുന്നു. കുട്ടൻ തന്റെ അമ്മയ്ക്ക് വേണ്ടി എഴുതിയ ആ പാട്ട് പാടുന്നു. അതോടുകൂടി കുട്ടന്റെ മനസ്സലിഞ്ഞു. എല്ലാവരും ഇത് നല്ല പാട്ടാണെന്ന് പറയുകയും ചെയ്തു. കുട്ടൻ അതിൽ പരം മറ്റൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. പോലീസുകാർ അപ്പോഴേക്കും വന്ന് കുട്ടനെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പരിപാടി അടിപൊളിയായിട്ട് നടന്നു. അതിനുശേഷം മാഗസിൻ പ്രകാശനമായിരുന്നു. അതിനു മുമ്പ് കോളേജിലെ സീനിയേഴ്സിന്റെ പഴയ വീഡിയോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. മെറിന്റെയും ജോസഫിന്റെയും വീഡിയോസ് ഒക്കെ ആയിരുന്നു അത്. മെറിന്റെ സ്വപ്നം പോലെ തന്നെ ആ മാഗസിൻ പ്രകാശിപ്പിച്ചു. ഈ പരിപാടിയെല്ലാം ഗംഭീരമായിട്ട് നടത്താൻ കാരണക്കാരനായ സാംകുട്ടിയോട് എല്ലാവരും താങ്ക്സും പറയുന്നുണ്ട്. ഒരിക്കൽ സംഭവിച്ച ട്രാജഡിയുടെ ഓർമ്മയിൽ ഇപ്പോഴും മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. എന്നാൽ ജീവിതം മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ടാണ് വിനീതും തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. പരിപാടിയെല്ലാം ഗംഭീരമായിട്ട് നടത്തിയതുകൊണ്ട് സാദിയും ഹാപ്പി ആയിരുന്നു. അവളും സാംകുട്ടിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. സാംകുട്ടി ആഗ്രഹിച്ച പോലെ തന്റെ ചേട്ടൻ ജോസഫിന്റെ മുഖത്ത് പഴയ പോലെ ചിരി കണ്ടു. കുട്ടനാകട്ടെ താൻ ആഗ്രഹിച്ച പോലെ വീണ്ടും അരങ്ങേറ്റം നടത്താൻ പോവുകയാണ്. കുട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വിനീത് ശ്രീനിവാസൻ കുട്ടനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സാംകുട്ടിയുടെ സ്വപ്നവും കുട്ടന്റെ സ്വപ്നവും എല്ലാം നടക്കുന്നിടത്ത് ഈ ഒരു മൂവി അവസാനിക്കുന്നു. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.